കലിയുഗം ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? അന്ധകാരം, തിന്മ, നാശം, ലോകം അവസാനിക്കാൻ പോകുന്നു, മനുഷ്യത്വം ഇല്ലാതാവുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ? പക്ഷേ നമ്മൾ കേൾക്കുന്ന ഈ കഥ ഒരുപക്ഷെ പൂർണ്ണമായ സത്യമല്ലെങ്കിലോ? ഇന്ന് നമ്മൾ ഈ ധാരണയെ ഒന്ന് പൊളിച്ചെഴുതാൻ പോകുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ കലിയുഗമെന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കാൻ വന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യരാശിയുടെ ബോധത്തെ അളക്കുന്ന ഒരു വലിയ പരീക്ഷയാണെങ്കിലോ? ഈ ഒരൊറ്റ ചിന്ത മതി കലിയുഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ തലകീഴായി മറിയാൻ. അപ്പം നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറങ്ങിച്ചെല്ലാം. കഥ തുടങ്ങുന്നത് ഒരു യുദ്ധത്തിലൂടെയല്ല, മറിച്ച് ഒരു ക്ഷണത്തിലൂടെയാണ്. സംഗതി നടക്കുന്നത് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് പരീക്ഷിത് മഹാരാജാവ് ലോകം ഭരിക്കുന്ന കാലത്താണ്. അദ്ദേഹം ഒരു ദിവസം തന്റെ രാജ്യത്ത് വെച്ച് വളരെ വിചിത്രനായ ഒരാളെ കണ്ടുമുട്ടുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ കലിപുരുഷൻ. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോ ആരാണ് ഈ കലിപുരുഷൻ? പുരാണങ്ങൾ പറയുന്നത് അവൻ എവിടെ നിന്നോ പൊട്ടി വീണവനല്ല എന്നാണ്. അതായത് ശ്രീകൃഷ്ണൻ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ധർമ്മത്തിന് ഒരു രൂപമുണ്ടായിരുന്നു. ശരിയേതാ തെറ്റേതാന്ന് കാണിച്ചു തരാൻ ഒരു വഴികാട്ടിയുണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണൻ പോയതോടെ കളി മാറി. കലിപുരുഷൻ നിശബ്ദനായി രംഗപ്രവേശം ചെയ്തു. അവൻ വന്നതുകൊണ്ട് ധർമ്മമില്ലാതായി എന്നല്ല, മറിച്ച് അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം തെരഞ്ഞെടുപ്പായി മാറി. പരീക്ഷിത് മഹാരാജാവ് ദേഷ്യം കൊണ്ട് വാളെടുത്ത് വായ കൊല്ലാനൊരുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? കലി ഓടി രക്ഷപ്പെടാനോ തിരിച്ചടിക്കാനോ നിന്നില്ല. പകരം വളരെ ശാന്തനായി ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടു. ഈ വാക്കുകൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, കാരണം കലിയുഗത്തിന്റെ മുഴുവൻ രഹസ്യവും ഇതിലുണ്ട്. അവൻ പറഞ്ഞത് ഇത്രമാത്രം: എനിക്ക് ജീവിക്കാനൊരിടം തരൂ. അധികാരം വേണ്ട, രാജ്യം വേണ്ട, വെറുമൊരിടം. ശരി, പരീക്ഷിത്ത് സമ്മതിച്ചു. കലിക്ക് താമസിക്കാൻ 5 സ്ഥലങ്ങൾ കൊടുത്തു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും നാടോ നഗരമോ ഭൂമിയോ ഒന്നുമല്ലായിരുന്നു, മറിച്ച് അത് മനുഷ്യന്റെ മനസ്സിനുള്ളിലെ 5 ഇടങ്ങളായിരുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ 5 ദൗർബല്യങ്ങൾ. ആ ഒരൊറ്റ തീരുമാനമാണ് കലിയുഗത്തിന്റെ ഗതി തന്നെ മാറ്റിയത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 സ്ഥലങ്ങൾ? ചൂതാട്ടം, ലഹരി, നിയമവിരുദ്ധമായ ബന്ധങ്ങൾ, ഹിംസ, പിന്നെ അത്യാഗ്രഹത്തിന് കാരണമാകുന്ന സ്വർണം. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, അല്ലേ? കലി പുറത്തുനിന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്നൊരു ശത്രുവല്ല. അവൻ നമ്മുടെ അനുവാദം വാങ്ങി മാത്രം അകത്തേക്ക് വരുന്ന ഒരു ശക്തിയാണ്. അതെ, ഇതുതന്നെയാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ രഹസ്യം. കലിപുരുഷൻ നമ്മളെ ആക്രമിക്കുന്നില്ല. അവൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ക്ഷണം കിട്ടാൻ. നമ്മൾ ചൂതാട്ടത്തിൽ മുഴുകുമ്പോൾ, ലഹരിയിൽ ബോധം മറക്കുമ്പോൾ, ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുമ്പോൾ, ഓരോ തവണ നമ്മൾ ഈ ദൗർബല്യങ്ങൾക്ക് വഴിപ്പെടുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ കലിക്കു വാതിൽ തുറന്നുകൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതെങ്ങനെയാണെന്ന് നോക്കിയാലുണ്ടല്ലോ, ശരിക്കും ഞെട്ടിപ്പോവും. കാരണം കലിക്ക് ഇന്ന് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവൻ്റെ വാസസ്ഥലങ്ങൾക്ക് നല്ല അടിപൊളി പേരുകളൊക്കെ കൊടുത്ത് സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. ചൂതാട്ടം ഇപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് ആണ്. ലഹരിയോ അത് സ്ട്രെസ് റിലീഫ്. അടങ്ങാത്ത ആഗ്രഹങ്ങൾ സ്വാതന്ത്ര്യമായി. അത്യാഗ്രഹം വിജയത്തിന്റെ അടയാളമായി. ചുരുക്കി പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ കലി നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി കഴിഞ്ഞു. ശരി, ഇപ്പോൾ നമ്മൾ കേട്ടതൊക്കെ കുറച്ച് ഡാർക്കായി തോന്നാം. പക്ഷേ ഇനി പറയാൻ പോകുന്നത് കലിയുഗത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ, ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു കാര്യമാണ്. അന്ധകാരയുഗം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കാലം തന്നെയാണ് ആത്മീയമായി വളരാൻ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ യുഗം. ഈ പട്ടികയിലേക്ക് ഒന്നു നോക്കൂ. സത്യയുഗത്തില് നല്ലവനായിരിക്കാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. ചുറ്റും നല്ല സാഹചര്യങ്ങളായിരുന്നു. അതങ്ങനെ ഒരു പുഴ പോലെ ഒഴുകിപ്പോയി. പക്ഷെ കലിയുഗത്തിൽ അങ്ങനെയല്ല. ഇവിടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു ഫൈറ്റ് തന്നെ നടത്തണം. കാരണം ചുറ്റും മുഴുവൻ പ്രലോഭനങ്ങളാണ്. ചുറ്റും എല്ലാവരും നല്ലവരായിരിക്കുമ്പോൾ നല്ലവനാകാൻ എളുപ്പമാണ്. പക്ഷെ തിന്മ ഒരു സാധാരണ കാര്യമാവുമ്പോൾ ആരാണ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത്? ആ തിരഞ്ഞെടുപ്പിനാണ്, ആ ചെറുത്തുനിൽപ്പിനാണ് ഈ യുഗത്തിലെ വില. ഇതാണ് കലിയുഗത്തിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പണ്ടത്തെ യുഗങ്ങളിൽ വലിയ ആത്മീയ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ തപസ് ചെയ്യണമായിരുന്നു. എന്നാൽ കലിയുഗത്തിലോ? ആത്മാർത്ഥമായി ചെയ്യുന്നൊരു ചെറിയ പ്രാർത്ഥന, ഒരു നിമിഷത്തെ തിരിച്ചറിവ്, ധാർമ്മികമായ ഒരൊറ്റ തീരുമാനം, ഇതിനൊക്കെ കിട്ടുന്ന ഫലം വളരെ വലുതാണ്. അതായത് ഈ യുഗത്തിൽ വീഴ്ചയ്ക്ക് വേഗത കൂടുതലാണെങ്കിൽ എഴുന്നേൽക്കാനുള്ള വേഗത അതിലും കൂടുതലാണ്. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? സംഭവം സിമ്പിളാണ്. കൂരിരുട്ടുള്ളൊരു മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ പോലും അതിനെന്തുമാത്രം വെളിച്ചമായിരിക്കും, അല്ലേ? അതുപോലെയാണ് കലിയുഗവും. ചുറ്റും അജ്ഞതയും അന്ധകാരവും നിറഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറിയ സത്യത്തിനു പോലും വലിയ പ്രകാശമുണ്ടാകും. അതുകൊണ്ടാണ് ഈ യുഗത്തിലെ ചെറിയൊരു സൽപ്രവൃത്തിക്ക് പോലും വലിയ ഫലം കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ
ചോദ്യം ഇതാണ്, ഈ വെല്ലുവിളികളെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടും? പുറത്തുപോയി യുദ്ധം ചെയ്യണോ? വേണ്ട. ഉത്തരം പുറത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ്. ആത്മനിയന്ത്രണത്തിലൂടെ ജയിക്കാനുള്ള ആ വഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇത്രയ്ക്കും പ്രശ്നക്കാരനായ ഈ കലിയെ എന്തുകൊണ്ട് പരീക്ഷിത് അപ്പോഴേ കൊന്നില്ല? നല്ലൊരു ചോദ്യമാണ്. കാരണം കലിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. എളുപ്പമുള്ള വഴിയും കഷ്ടപ്പാടുള്ള വഴിയുമില്ലെങ്കിൽ, ശരിയും തെറ്റുമില്ലെങ്കിൽ, പിന്നെ വളർച്ചയ്ക്ക് എന്താണൊരർത്ഥം? പരീക്ഷയില്ലാതെ ആരെങ്കിലും ജയിക്കുമോ? ഇല്ലല്ലോ. അതുതന്നെയാണ് കാര്യം. അപ്പോൾ കലിയെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അതൊരു ചോയ്സാണ്. കലിയുടെ ലോകം ബഹളവും അശ്രദ്ധയുമാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് അവബോധവും നിശബ്ദതയുമാണ്. ലോകം മുഴുവൻ എളുപ്പവഴികൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ ധർമ്മത്തെ തിരഞ്ഞെടുക്കുന്നു. അടങ്ങാത്ത ആഗ്രഹങ്ങൾക്ക് പകരം അച്ചടക്കം തിരഞ്ഞെടുക്കുന്നു. ഓരോ തവണ നമ്മളിങ്ങനെ ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോഴും കലിയുടെ ശക്തി നമ്മുടെ മേൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കലിപുരുഷന് വാടിനെയോ അധികാരത്തെയോ പേടിയില്ല. പക്ഷെ അവനെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് വ്യക്തതയാണ്, ഒരു ക്ലാരിറ്റി. അച്ചടക്കമുള്ള, ബോധമുള്ള ഒരു മനസ്സിനെ സ്വാധീനിക്കാനേ കലിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവൻ എപ്പോഴും നമ്മളെ ബഹളത്തിലും ഡിസ്ട്രാക്ഷനുകളിലും തീരാത്ത ആഗ്രഹങ്ങളിലും തളച്ചിടാൻ ശ്രമിക്കുന്നത്. കാരണം ശാന്തമായൊരു മനസ്സിലെ വ്യക്തതയുണ്ടാകൂ. ആ വ്യക്തതയാണ് കലിയുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോ അവസാനം നമ്മൾ എവിടെയാണെത്തുന്നത്? കലിയുഗം നമ്മളെ ശിക്ഷിക്കാനുള്ളൊരു കെണിയല്ല, അത് ഉണർന്നിരിക്കുന്നവരെയും ഉറങ്ങുന്നവരെയും വേർതിരിക്കുന്ന ഒരു ഫൈനൽ എക്സാമാണ്. ഈ പരീക്ഷയിൽ തോൽക്കുന്നവർ കാലത്തെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തും. എന്നാൽ ഉണർന്നിരിക്കുന്നവരോ ഈ കാലഘട്ടത്തെ തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ അവസരമാക്കി മാറ്റും. കാരണം കലിയുഗം ധർമ്മത്തെ നശിപ്പിക്കുകയല്ല, മറിച്ച് ആരാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിനു കൂടെ നിൽക്കുന്നത് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്.